അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെള്ളക്കടല വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. നമ്മൾ ചിക്ക് പീസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചൂടോടെ നല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ വട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കഴുകിയതിന് ശേഷം ഒരു 6 to 7 hours ഇത് സോക്ക് ചെയ്ത് വെക്കുക. ഇത് സോക്ക് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് ഊറ്റിയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ്ങിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല കുതിർന്ന് പാകമായിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ ഊറ്റിയിട്ട് എടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കരുത്, എന്നാൽ നമുക്ക് അരിഞ്ഞ് കിട്ടും വേണം. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഒതുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വടൻ്റെ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റണം. ആ രീതിയിൽ ഒതുക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ഇല്ലാതെ വേണം ഒതുക്കിയിട്ടെടുക്കാനായിട്ട്, ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ബാച്ച് നല്ലോണം ഒന്ന് ഞാൻ ഒതുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ച് ഇതുപോലെ തന്നെ നമുക്ക് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അരവണ സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. തീരെ അരയാതെ എന്നാൽ നമുക്ക് വടൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ ആക്കിയിട്ടെടുത്തിട്ടുള്ള കടലിൻ്റെ കൂട്ടില്ലേ, ഇതിലോട്ട് നമുക്കിനി കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ടാണ് നമുക്ക് വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, കുറച്ച് കറി ലീവ്സ്, 2-3 പച്ചമുളക്, പിന്നെ 2-3 ഉണക്കമുളകും വേണം നമുക്ക്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് അരിഞ്ഞ് പേസ്റ്റ് ആക്കേണ്ട, ഒന്ന് ഒതുക്കിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 3 ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കുക. അപ്പോൾ വടക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത് കുറച്ച് എരിവോട് കൂടി കഴിക്കുമ്പോഴാണ്. അപ്പോൾ എരിവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക. മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല വലിയ ജാറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് അരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒതുക്കിയിട്ടെടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കടലയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒതുക്കിയിട്ട് എടുത്തിട്ടുള്ള ഈ കൂട്ട് കംപ്ലീറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വടക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല കൈ കൊണ്ട് നമുക്ക് നല്ലോണം കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കൂട്ടൊക്കെ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു കളറ് കുറവുള്ളതായി തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് കൂടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിക്കണേ. ഇനി നമുക്ക് വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വട ഉണ്ടാക്കണ മുന്നേ തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കട്ടോ. അപ്പോൾ എണ്ണ അവിടെ നിന്ന് ചൂടാവട്ടെ. ഈ സമയത്ത് നമുക്ക് വടക്കെ ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വടയുടെ ഷേപ്പിൽ ഉരുട്ടിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ സൈസ് വട ഉണ്ടാക്കിയിട്ടെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ബോളാക്കിയതിന് ശേഷം കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വട നമുക്ക് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു 3-4 വട ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക കയ്യിൽ. എന്നിട്ട് ഒരു ഉരുളെടുത്തിട്ട് ഇതേപോലെ വടൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോ വടയും നമുക്ക് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വട ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടാക്കി എടുക്കണം. അപ്പോൾ എണ്ണയിലിട്ട വട തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. ഒന്ന് നല്ലൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വട പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് വട എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് എണ്ണ കയ്യിലോട്ട് തെറിക്കുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ നമ്മൾ അപ്പക്കോരിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എണ്ണയിലോട്ട് വട ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വടയൊക്കെ നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നല്ലോണം ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പൊരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നല്ല പാകത്തിന് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല വട പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വട ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ബാച്ച് ആക്കിയെടുത്തതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വട ഇട്ട പാടെ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ മുരിഞ്ഞ് വന്നതിന് ശേഷം നല്ലോണം ഇളക്കിയിട്ട് രണ്ട് സൈഡും നല്ലോണം ഒന്ന് ക്രിസ്പി ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള വടയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.